അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന ലിസാനുൽ ഖുർആൻ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നു. അൽഹംദുലില്ലാഹ് കുറേ ആളുകൾ അത് കണ്ടു. അതിൽ പറഞ്ഞ കുറേ ചോദ്യങ്ങൾ ഇന്ന് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. 50 മാർക്കിനാണ് നമ്മുടെ എക്സാം ഉള്ളത്. ഒന്നാമത്തത് നോസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്ത് എഴുതാനാണ്. ഇവിടെ തന്നിട്ടുണ്ട് ജാഅതി, റകിബതു, മാ റകിബതു, മാ ഹലറ, ഹലറ, മാ ജാഅ, മാ ജാഅത്, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായത് എടുത്ത് എഴുതാനാണ് വേണ്ടത്. ഇവിടെ മനസ്സിലാക്കാനുള്ളത് അൽ മുസ്ബത്തു, അൽ മൻഫി, അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ അൽ മുസ്ബത്തു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അൽ മുസ്ബത്തു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്ന് എടുത്ത് എഴുതേണ്ടത്. അപ്പൊ ഡാഷ് അൽ ഉസ്താദു ഫിൽ മദ്റസതി ഫി സഅത്തി സാദിസ, ഉസ്താദ് 6 മണിക്ക് മദ്രസയിൽ ഹാദിറായി വന്നു എന്നാണ് ഇവിടെ വേണ്ടത്. അപ്പൊ ഇവിടെ മുസ്ബത്ത് പോസിറ്റീവ് സെന്റൻസ് ഏതാ? നമുക്കറിയാം നെഗറ്റീവും പോസിറ്റീവും അറിയില്ലെങ്ങനെ. ഇപ്പൊ തുടക്കത്തിൽ മാ ഉണ്ടെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, എന്ന് വെച്ചാൽ മൻഫിയാണ്. അപ്പൊ അതല്ലാത്തതായിരിക്കും. അപ്പൊ അൽ ഉസ്താദു, ഉസ്താദ് ഫിൽ മദ്രസത്തി, മദ്രസയിൽ ഫി സഅത്തി സാദിസ, 6 മണിക്ക്. അപ്പൊ ഹാദിറായി എന്നാണ്. അപ്പൊ ഹലറ, ഒന്നാമത്തത് ഏതാണ്? ഹലറ. അപ്പൊ ഹലറൽ ഉസ്താദു ഫിൽ മദ്രസത്തി സഅത്തി സാദിസ. രണ്ടാമത്തത് ഡാഷ് ബാസിമുൻ അൽ യൗമ ഫി സഫി, ബാസിമ് ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നാണ്. അപ്പോ വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വേണ്ടത്. അപ്പോ മാ ഹലറ, കാരണം ഇവിടെ മൻഫിയല്ല വേണ്ടത്. അപ്പൊ മാ വെച്ചിട്ടാണ് എഴുതേണ്ടത്. മാ ഹലറ ബാസിമുൻ അൽ യൗമ ഫി സഫി, രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് ഡാഷ് അത്വാലിബാത്തു കുല്ലുഹുന്ന ഇല്ലാ റബിയ, റബിയ അല്ലാത്ത എല്ലാ പെൺകുട്ടികളും വന്നു. അപ്പൊ മുസ്ബത്താണ്, വന്നു എന്നുള്ള പോസിറ്റീവാണ്. അപ്പൊ ജാഅതി, ജാഅതി ത്വാലിബാത്തു, ഇതാണ് മൂന്നാമത്തത്. ഇനി അടുത്തത് ഡാഷ് റബീഅത്തു ഇലൽ മദ്റസ, ഡാഷ് റബീഅത്തു, റബീഅ വന്നിട്ടില്ല, ഇലൽ മദ്റസ, മദ്റസയിലേക്ക്. അപ്പൊ പെണ്ണാണ് ഇവിടെ, ഇവിടെ മൻഫിയാണ് വേണ്ടത്. അപ്പൊ മാ ജാഅത്, നാലാമത്തത് മാ ജാഅത് റബീഅത്തു ഇലൽ മദ്റസ. ഇനി ഡാഷ് അത്തയ്യാറത ഇലാ ദുബൈ, ഡാഷ് അത്തയ്യാറത ഇലാ ദുബൈ, മുസ്ബത്ത് പോസിറ്റീവ് സെന്റൻസ് ആണ് വേണ്ടത്. അപ്പോ റക്കിബത്തു, ഞാൻ കയറി, അത്തയ്യാറത്ത ഫ്ലൈറ്റ് കയറി, ഇലാ ദുബൈ, ദുബൈയിലേക്ക്. അപ്പൊ റക്കിബത്തു എന്നുള്ളതാണ് അഞ്ചാമത്തത്. ഇനി ലാസ്റ്റത്തത് അൽ മൻഫി ഡാഷ് ഫി സഫീനത്തി, കപ്പലിൽ. അപ്പൊ മാ റക്കിബത്തു, ഞാൻ കയറിയിട്ടില്ല കപ്പലിൽ. ഇതാണ്, ഇങ്ങനെയാണ് അതിന്റെ ഉത്തരങ്ങൾ വരിക. ഇനി അടുത്തത് നക്തുബിൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആതിയ, താഴെയുള്ള ഫീലുകളുടെ മജ്ഹൂൽ എഴുതാനാണ്. ഖറഅ എന്നുള്ളതിന്റെ മജ്ഹൂൽ എന്താ? ഖുരിഅ. യഅകുലു എന്നുള്ളതിന്റെ മജ്ഹൂൽ യുഅകലു, യുഅകലു. യബീഉ എന്നുള്ളതിന്റെ മജ്ഹൂൽ യുബാഉ. യഹ്ളുറു എന്നുള്ളതിന്റെ യുഹ്ളറു. ഗലക എന്നുള്ളതിന്റെ ഗുലിക. യഖൂലു എന്നുള്ളതിന്റെ യുഖാലു. ഇങ്ങനെയാണ് മജ്ഹൂലുകൾ വരിക. ഇനി അടുത്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഇദാ ദഖല ഹർഫു ലാ, ലാ എന്നുള്ള ഹർഫ് പ്രവേശിച്ചാൽ, എവിടെ? ഫി അവ്വലിൽ ഫിഅലി, ഫിഅലിന്റെ തുടക്കത്തിൽ പ്രവേശിച്ചു. എങ്ങനത്തെ ഫീലാണ്? അൽ മുലാരി, മുലാരി ആയ ഫീലിന്റെ തുടക്കത്തിൽ ലാ പ്രവേശിച്ചാൽ യകൂനു മൻഫിയൻ, അതെന്താകും? മൻഫിയാകും, നെഗറ്റീവ് ആകും. വ ഇല്ല, ഇനി അങ്ങനെ പ്രവേശിച്ചില്ല എങ്കിൽ യകൂനു മുസ്ബത്തൻ, യകൂനു മുസ്ബത്തൻ. അപ്പൊ ഇവിടെ യകൂനു മുസ്ബത്തൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. യകൂനു വ ഇല്ല യകൂനു മുസ്ബത്തൻ. ഇനി അടുത്തത് അദാത്തു നഫി ഫിൽ മാദി, ഇവിടെ എഴുതണോ? വ ഇല്ല യകൂനു, യകൂനു മുസ്ബത്തൻ. ഇനി അടുത്തത് അദാത്തു നഫി ഫിൽ മാദി, അദാത്തു നഫി ഫിൽ മാദി, മാദിയായ ഫീലിൽ നഫിയുടെ നെഗറ്റീവിന്റെ അടയാളം ഹർഫു മാ, മാ എന്നുള്ളതാണ്. അതെവിടെ? ഫി അവ്വലിൽ ഫിഅലി, ഫി അവ്വലിൽ ഫിഅലി, ഫീലിന്റെ തുടക്കത്തിൽ, ഫി അവ്വലിൽ ഫിഅലി. ഇനി അടുത്തത് ഇദാ ദുകിറൽ ഫാഇലു മഅൽ ഫിഅലി, ഫിഅലിനോടൊപ്പം ഫാഇൽ പറയപ്പെട്ടാൽ കാനൽ ഫിഅലു മഅറൂഫൻ, ആ ഫിഅലിന് എന്ത് പറയും? മഅറൂഫ് ആയ ഫിഅൽ എന്ന് പറയും. വ ഇല്ലം യുദ്കർ, പറയപ്പെട്ടിട്ടില്ലെങ്കിലോ ഫാഇൽ പറഞ്ഞിട്ടില്ലെങ്കിലോ അത് മജ്ഹൂലൻ, മജ്ഹൂലായിരിക്കും.
ആ ഫീൽ എന്തായിരിക്കും? മജ്ഹൂലായിരിക്കും. അപ്പൊ മജ്ഹൂലൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നക്തുബുൽ അജ്വിബ, ഉത്തരം എഴുതാനാണ്. ഇവിടെ സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ്. അസ്ലം അയിന അൻവറു, എവിടെയാണ് അൻവർ? മാജാ അയിലൽ മദ്രസ, മദ്രസയിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പൊ മുർഷിദ് പറയാണ് മാ റഅയ്തുഹു, ഞാൻ അവനെ കണ്ടിട്ടില്ല. മുൻദു സലാസത്തി അയ്യാമിൻ, 3 ദിവസമായിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് നുമയ്യസ്, വേർതിരിക്കാനാണ്. ഇവിടെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയായ ജുംല വേർതിരിച്ചെടുക്കാനാണ്. നമ്മൾ 2 ജുംലകളാണ് പഠിച്ചത്. ഒന്ന് ഫിഅലിയായ ജുംല, മറ്റൊന്ന് ഇസ്മിയായ ജുംല. അപ്പൊ ഫിഅല് കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണെങ്കിൽ അത് ഫിഅലിയായതും, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയാണെങ്കിൽ അത് ഇസ്മിയായ ജുംലയും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ ദറസ റഷീദുൻ ദുറൂസഹു, ദറസ റഷീദുൻ, റഷീദ് പഠിച്ചു, ദുറൂസഹു അവന്റെ പാഠം. അതുപോലെ ഖതലൽ കിത്തു ഫഅറൻ, പൂച്ച എലിയെ കൊന്നു. പിന്നെ അൽ കഅബത്തു ഫി മക്ക, കഅബ മക്കയിലാണ്. യൻസുറുൽ മുഅ്മിനു ദീനല്ലാഹി, മുഅ്മിന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നു. അപ്പൊ ഇവിടെ കണ്ട ദറസ, പഠിച്ചു എന്നുള്ളത് ഒരു ഫിഅലാണ്. അപ്പൊ അത് ജുംലത്തുൽ ഫിഅലിയായ ഒരു ജുംലയാണ് ഒന്ന്. പിന്നെ ഖതല, കൊന്നു എന്ന് പറയുമ്പോൾ ഒരു ഫിഅലാണ്, ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതും ഫിഅലിയായ ജുംലയാണ്. പിന്നെ അൽ കഅബത്തു എന്നുള്ളത്, കഅബ എന്ന് പറഞ്ഞാൽ ഇസ്മാണ്, ഒരു പേരാണ്. അപ്പൊ അത് പെടൂല. പിന്നെ യൻസുറുൽ മുഅ്മിൻ, മുഅ്മിൻ സഹായിക്കുന്നു, അതൊരു പ്രവർത്തനമാണ്, ഫിഅലാണ്. അപ്പൊ ഈ ഒന്നാമത്തതും രണ്ടാമത്തതും നാലാമത്തതും ഇതാണ് അൽ ജുംലത്തുൽ ഫീലിയ, ഫീലിയായ ജുംലകൾ 1, 2, 3. ഇനി അടുത്തത് നുസരിഫു, സർഫാക്കാനാണ്. മാ ജലസ എന്നുള്ളതിന് സർഫാക്കണം. മാ ജലസ, മാ ജലസ, മാ ജലസു, മാ ജലസത്ത്, മാ ജലസത, മാ ജലസ്ന. മദ്ദ, മദ്ദ, മദ്ദു, മദ്ദത്ത്, മദ്ദത, മദദിന. അടുത്തത് ലാ തജ്ലിസൂന, ലാ തജ്ലിസീന, ലാ തജ്ലിസാനി, ലാ തജ്ലിസ്ന, ലാ അജ്ലിസു, ലാ നജ്ലിസു. സർഫാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് മുതർജിം, തർജ്ജമ ചെയ്യാനാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ ജിസാമിക്കും. ലാ യൻദുറുല്ലാഹു, അല്ലാഹു തആല നോക്കുകയില്ല, ഇലാ സുവരിക്കും നിങ്ങളെ രൂപങ്ങളിലേക്ക്, വലാ ഇലാ ജിസാമിക്കും നിങ്ങളെ ശരീരത്തിലേക്കും. അപ്പൊ നിങ്ങളെ രൂപഭാവങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ ഒന്നുമല്ല അല്ലാഹു തആല നോക്കുന്നത്. അടുത്തത് സുരിക ദഹബു, സുരിക ദഹബു, ഇതൊരു മജ്ഹൂലായ ഫീലിന്റെ ഉദാഹരണമാണ്. സുരിക ദഹബു, സ്വർണം മോഷ്ടിക്കപ്പെട്ടു, സ്വർണം മോഷ്ടിക്കപ്പെട്ടു. ഇനി അവസാനത്തത് അറബിയാക്കാനാണ്. നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. ഇതെല്ലാം നമ്മൾ ഇന്നലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച സമയത്ത്, പറഞ്ഞ സമയത്ത് വന്ന കുറെ ഭാഗങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. മാ ഖറഅതുമാ അദ്ദർസ, അപ്പൊ മാ ഖറഅതുമാ അദ്ദർസ. ഇതാണ് ഇന്നത്തെ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു അവലോകനം. എല്ലാ വിദ്യാർത്ഥികളും നല്ല രൂപത്തിൽ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫുൾ മാർക്ക് കിട്ടിയവരൊക്കെ കമന്റിൽ ആ സന്തോഷങ്ങൾ അറിയിക്കുക.